ഹായ് ഗൈസ്, ടുഡേ ഐ എം വിത്ത് എ വീഡിയോ ഓൺ ഹൗ ടു ഫോർഗെറ്റ് എ പേഴ്സൺ. ഒരാളെ എങ്ങനെ മറക്കാം, ഒരു ബ്രേക്കപ്പിന് ശേഷം എങ്ങനെ മൂവ് ഓൺ ചെയ്യാം. ബ്രേക്കപ്പ് അല്ല, തേപ്പായാലും ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും അവർ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മൂവ് ഓൺ ചെയ്യാം. ഒരു 1.5 കൊല്ലം മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് അത്യാവശ്യം നല്ലോണം റീച്ച് ആയിരുന്നു. 678K അങ്ങനെ ഒരുപാട് പേര് കണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് എത്ര പേർക്ക് ആവശ്യമാണെന്ന്. അതിൽ ഞാൻ ഒരു 7 പോയിന്റ്സ് പറഞ്ഞായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഉപകാരമായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഡെഫിനറ്റ്ലി അത് കാണണം. സോ അതിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഇസ് കട്ട് ഓഫ് ഓൾ കോൺടാക്ട്സ്. ഒരാളായിട്ട് റിലേഷൻഷിപ്പ് തീർന്നു കഴിഞ്ഞാൽ, ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ വേണ്ടാന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് കോണ്ടാക്ട് വെക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ എന്താ പൊതുവെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നൈസായിട്ട് ഈവൻ നമ്മൾ ബ്ലോക്ക് ചെയ്താലും നമ്മൾ വേറൊരു ഫേക്ക് അക്കൗണ്ട് എടുത്ത് അവരെ ഫോളോ ചെയ്യും. അവരിപ്പോൾ എന്താ ചെയ്യണേ ലൈഫിൽ, അവരിപ്പോൾ നമ്മളില്ലാണ്ട് ഹാപ്പി ആണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാൻ നോക്കും. അത് അന്വേഷിച്ചിട്ട് നമുക്ക് എന്താ കാര്യം? അവരിനി ഒരിക്കലും തിരിച്ചു വരാൻ പോണില്ല. അത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ബ്രെയിനിന് അറിയാത്, നമ്മുടെ ലോജിക് മൈൻഡ് അത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഇമോഷണൽ സൈഡ് അത് പറയാണ്, ഇല്ല എങ്ങാനും തിരിച്ചു വന്നാലോ. അനാവശ്യമായ ഒരു പ്രതീക്ഷ, ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ലാസ്റ്റ് ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടായാലോ. പക്ഷെ ജീവിതത്തിൽ അത് ഒരിക്കലും ഉണ്ടാകാൻ പോകില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ നമ്മൾ തിരിച്ചവരെ അക്സെപ്റ്റ് ചെയ്യാൻ നിന്നാൽ സൂപ്പർ ആയിരിക്കും. ഒരു വട്ടം അനുഭവം ഉണ്ടായിട്ട് പഠിച്ചില്ലേ. അവർ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണത് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ടൊന്നല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ വിട്ടിട്ട് അവർ പോയില്ലായിരുന്നു. നമ്മളെ കുറച്ച് കെയർ ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിട്ടുപോയാൽ നമ്മൾ എന്ത് അവസ്ഥയിലാവുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അത് അറിഞ്ഞിട്ടും നമ്മളെ ഇട്ടിട്ട് പോയ ഒരാൾ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ ആയിരിക്കുള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അതുകൊണ്ട് ഒരിക്കലും അവരെ സ്റ്റോക്ക് ചെയ്യാതിരിക്കുക. അവർ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുക, അവരിപ്പോൾ ലൈഫിൽ എന്ത് ചെയ്യുന്നു, കർമ്മ അവരെ പിടിച്ച് പിഴുങ്ങിയോ, അവർക്ക് എന്നോട് ചെയ്തതിനുള്ള ദൈവം കൊടുത്താലില്ലെങ്കിൽ നമുക്ക് എന്താ, നമ്മൾ അത് കാത്തിരിക്കണം നമ്മൾ ഹീലാവാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞത് ലെറ്റ് ഗോ ഓഫ് ദ ഫാൻറ്റസി. ആ ഫാൻറ്റസി വേൾഡിൽ നിന്ന് തിരിച്ചു വരിക. നമ്മുടെ മൈൻഡിൽ ഒരുമിച്ചുള്ള ഒരു ജീവിതം മുന്നോട്ട് കണ്ടിട്ടുണ്ടാവും, മുന്നോട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിനി നടക്കില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് വലിയൊരു എക്സ്പെക്റ്റേഷനായി. എക്സ്പെക്റ്റേഷൻ ഹേർട്സ് എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ കാര്യത്തിൽ വരെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹേർട്ടിങ്ങാണ്. അപ്പം ഇത്രയും വലിയ ഫ്യൂച്ചർ അവരുടെ കൂടെ പ്ലാൻ ചെയ്തിട്ട് ആ ഫ്യൂച്ചർ ഇനി ഇല്ല എന്ന് അറിയുമ്പോൾ നമുക്ക് തന്നെ ഫ്യൂച്ചർ ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചു പോകും. റിലേഷൻഷിപ്പ് അല്ലാതെയും നമുക്കൊരു ജീവിതമുണ്ട്, അത് മനസ്സിലാക്കുക. ലെറ്റ് ഗോ ഓഫ് ദ ഫാൻറ്റസി വേൾഡ്. അതുപോലെ തേർഡ് പോയിന്റ് ഞാൻ പറഞ്ഞത് സ്റ്റോപ്പ് റീപ്ലേയിങ് ദ പാസ്റ്റ്. നമ്മളെപ്പോഴും നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ച ഗുഡ് മെമ്മറീസ്, കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയ നിമിഷങ്ങളാണ്. എല്ലാ റിലേഷൻഷിപ്പും എല്ലാ ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നെന്നും നിലനിൽക്കാനുള്ളതല്ല. എല്ലാ ബന്ധങ്ങളും പെർമനൻ്റ് അല്ല. ചില റിലേഷൻഷിപ്പ് നമുക്ക് നല്ല ലെസൺസ് ടീച്ച് ചെയ്യാൻ വേണ്ടി വരണതായിരിക്കും, ചിലത് നല്ല ഗുഡ് മെമ്മറീസ് തരാൻ വേണ്ടി മാത്രം വരണതായിരിക്കും. അതിനെ എംബ്രേസ് ചെയ്യുക, ആ മൂമെൻ്റ് എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിൻ്റെ റോൾ അവിടെ തീർന്നു, ആ ചാപ്റ്റർ കഴിഞ്ഞു. ക്ലോസ്ഡ് ചാപ്റ്ററിനെ എടുത്തു നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ പ്രസന്റിൽ ഈ മൂമെന്റിൽ നമ്മൾ സാറ്റിസ്ഫൈഡും ഹാപ്പിയോ അല്ലാത്ത കാരണം നമ്മൾ പാസ്റ്റ് മൂമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കണം. ഫൈൻഡ് സംതിങ് ദാറ്റ് മേക്സ് യു ഹാപ്പി ഇൻ ദിസ് മൂമെന്റ്. ഫോർത്ത് വൺ, എക്സ്പ്രസ് യുവർ ഇമോഷൻസ്. നമുക്ക് കരച്ചിൽ വരുന്നുണ്ടാവും, നമുക്ക് പല ഇമോഷൻസ് തോന്നുന്നുണ്ടാവും. അത് എക്സ്പ്രസ് ചെയ്യുക. അത് ഉള്ളിൽ അടക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ അടിച്ചമർത്തുമ്പോൾ അത് നമ്മളെ തിരിച്ച് ഹേർട്ട് ചെയ്ത് തുടങ്ങും. ആൾക്കാരോട് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഹെൽപ്പിന് റീച്ച് ഔട്ട് ചെയ്യുക, തെറാപ്പിക്ക് പോകണമെങ്കിൽ അത് ചെയ്യുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഇങ്ങനത്തെ സമയത്ത്. ഫിഫ്ത്ത് വൺ, ഗിവ് യുവർ സെൽഫ് ടൈം. നമുക്ക് നമ്മൾ തന്നെ കുറച്ച് സമയം കൊടുക്കുക. ഇതിൽ നിന്നൊക്കെ പുറത്തു വരാൻ കുറച്ച് സമയം എടുക്കും. അത്ര പെട്ടെന്ന് നടക്കില്ല എന്ന് എനിക്കറിയാം. നമ്മൾ ധൃതി വെച്ചിട്ടും കാര്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ അത്രയും വലിയൊരു ഈവൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രോമയിൽ നിന്ന് നമ്മൾ മറികടക്കാൻ വർഷങ്ങൾ വരെ എടുത്തു എന്ന് വരാം. സമയമെടുത്ത് ചില ദിവസങ്ങൾ നമ്മൾ ബെറ്ററായി തോന്നാം, ചില ദിവസങ്ങൾ ഡൗൺ ആയി തോന്നാം. എത്ര ബെറ്ററായി വന്നാലും പിന്നെ ഒരു ദിവസം കൊണ്ട് ആ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇറ്റ്സ് എൻ അപ്പ് ആൻഡ് ഡൗൺ ഗ്രാഫ്. സിക്സ്ത് വൺ, ലവ് ഈസ് നോട്ട് ഓൾവേസ് ഇനഫ്. ചിലർ തമ്മിൽ ഇഷ്ടമുണ്ടായിട്ടും പിരിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. എല്ലാ റിലേഷൻഷിപ്പും അവസാനിക്കാൻ കാരണം സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അതിന് ഒരുപാട് വേറെ കാരണങ്ങളും ഉണ്ടാവാം. മേ ബി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആവാം, അവർ സെക്യൂർ ഫീൽ ആവാത്ത കൊണ്ടാവാം, അവർക്ക് ഫിസിക്കൽ ഇൻറ്റിമസി കിട്ടാത്തതുകൊണ്ടാവാം, അതുപോലെ എന്തും ആവാം. ആൾക്കാരുടെ മൈൻഡിൽ പല എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണ്, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കണ്ട. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലവ്. ദർ ആർ പ്ലെൻറ്റി ഓഫ് റീസൺസ് അതർ ദാൻ ദാറ്റ്. സെവൻത്ത് പോയിന്റ്, ഡോണ്ട് യൂസ് അതേഴ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഹീലിംഗ്. അതായത് നമ്മളൊരു ബ്രേക്കപ്പ് കഴിഞ്ഞാൽ, ഒരു തേപ്പ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ വിട്ട് പോയി കഴിഞ്ഞാൽ
നമ്മൾ അപ്പം തന്നെ അടുത്ത ആളെ സെർച്ച് ചെയ്ത് കൊടുക്കും. കാരണം നമുക്കൊരു ഡെസ്പറേറ്റ്നെസ്സാണ്, നമുക്ക് സ്നേഹം വേണം. ആ പോയ ആളുടെ സ്ഥാനം ആരെങ്കിലും വന്ന് ഫില്ല് ചെയ്യണം. നമ്മുടെ ഹാർട്ട് ബ്രേക്ക് ആയിരിക്കുക, അത് ആരെങ്കിലും ഒട്ടിച്ചു തരാൻ വരും എന്നുള്ള നമ്മുടെ വിശ്വാസം. അതിനുവേണ്ടി പെട്ടെന്ന് നമ്മൾ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടും. പക്ഷെ 100% ആ റിലേഷൻഷിപ്പ് ടെമ്പററി ആയിരിക്കും. അവസാനം നമ്മൾ അവരെ യൂസ് ആക്കും, അവർക്ക് അതൊരു ഹേർട്ട് ബ്രേക്ക് ആകും. കാരണം ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്ന് അപ്പോൾ തന്നെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ മുമ്പത്തെ റിലേഷൻഷിപ്പ് ജെന്യൂൻ ആൻഡ് സീരിയസ് ആയിരുന്നെങ്കിൽ കേട്ടാ നമുക്ക് തോന്നും ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ സ്നേഹം വേണം, ഒരാളുടെ കെയർ വേണം തോന്നും. അത് വേണം, അത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. പക്ഷെ ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ച് സ്നേഹം പെട്ടെന്ന് കണ്ടെത്താൻ നോക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ പോകുമ്പോൾ അവർക്ക് അതൊരു ട്രോമയാവും, അവർക്ക് അതൊരു ഹേർട്ട് ബ്രേക്ക് ആവും, അവരെ നമ്മൾ യൂസ് ചെയ്യണ പോലെയാവും. ഇത്രയൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോയിന്റ്സ്. ഞാൻ അതൊന്ന് എലാബറേറ്റ് ചെയ്തതാണ്. അതല്ലാതെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് അവരെ മറക്കാൻ പറ്റാത്തതും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതും അവരോട് നമുക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അവർ സ്പെഷ്യലായത് അവർ ജന്മന സ്പെഷ്യലായിട്ടല്ല. നമ്മുടെ ലവും നമ്മുടെ അറ്റാച്ച്മെന്റും നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കണതാണ്. അല്ലാതെ അവർ സാധാരണ ഒരു മനുഷ്യനാണ്. അവരുടെ മേലുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോയി കഴിഞ്ഞാൽ അറിയാം അവരെത്ര നോർമൽ പേഴ്സൺ ആയിരുന്നു എന്ന്. നമ്മൾ അവരുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ നമ്മുടെ മൈൻഡിൽ സൃഷ്ടിച്ചതാണ്. എപ്പോഴും നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒരാളുടെ ഫ്ലോസ് ഒന്നും നമ്മൾ കാണില്ല, അവരുടെ പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ 10 times ബെറ്റർ ആയിട്ട് കാണുക. അപ്പോൾ ആ ഒരു ഇമേജാണ് നമ്മുടെ തലയിൽ. സോ അവർ ഇൻ പേഴ്സൺ എത്ര നല്ലതാണോ അതിനെക്കാട്ടിലും 10 times ബെറ്റർ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കിയ വെർഷൻ, അവരെ കുറിച്ച് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കിയ ഇമേജ്. സോ ആ ഇമേജ് ബ്രേക്ക് ചെയ്ത് റിയൽ വേൾഡിലേക്ക് വരിക. ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. സ്റ്റേ അപ്ഡേറ്റഡ്.